ഗൈസ്, നമ്മൾ അടുത്ത ഒരു ജപ്പാൻ കഥ പറയാൻ പോവാണ്. താരിനെ കുറിച്ചല്ല, ഇതൊരു ജപ്പാനത്തെ ഒരു പ്ലേസ് ആണ്. ആ പ്ലേസ് ഒരു ഹോണ്ടഡ് പ്ലേസ് ആണ്. അപ്പോൾ അത് ഭയങ്കര ത്രില്ലാണ്. വാച്ച് ടിൽ ദി എൻഡ്. എൻ്റെ പേരാണ് അയാമെ സൺ. ഞാനാണെങ്കിൽ നല്ല വർക്കൊക്കെ ചെയ്തേക്കുന്ന ഒരു സിറ്റിയിലേക്കാണ് വന്നത്. എൻ്റെ അമ്മ വീട്ടിൽ പോയിട്ട് കുറേ വർഷമായിട്ടുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത് മടുത്തു. ഒരു ദിവസം ലീവ് എടുത്തിട്ട് എൻ്റെ അമ്മ വീട്ടിൽ പോകുന്നത്. അവിടെ പോയിട്ടൊരു കുറേ ദിവസമായില്ലേ, പോയേക്കാം. അപ്പം എല്ലാം റെഡിയായല്ലോ. എൻ്റെ അമ്മ വീട്ടിൽ പോയിട്ട് എത്ര ദിവസമായി. ആദ്യമായിട്ട് പോകുമ്പോൾ ഉള്ള എൻ്റെ സ്ഥലത്തായി അകത്തേക്ക് കയറി വാ മക്കളെ. അമ്മ ഇവിടെ എത്തിയിട്ട് എത്ര ദിവസമായി. ഇവിടെ കുറെ ആൾക്കാരില്ലല്ലോ. ആദ്യമാണെങ്കിൽ ട്രെയിൻ സ്റ്റേഷനിൽ എത്ര കുറെ ആൾക്കാരുണ്ടാവേണ്ടതാണല്ലോ. ഇപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാരെയൊന്നും കാണാനില്ല. അതെന്തി അമ്മേ? മോളെ, ഞാൻ പറയാം. ഇവരൊക്കെ ആണെങ്കിൽ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞ് ഇതൊരു ചെറിയ സിറ്റി ആണെന്ന് പറഞ്ഞ് അവൾ വേറെ എങ്ങോട്ടേക്കോ പോയതാ മക്കളെ. ആണോ? ആ അമ്മ, ഞാൻ പുറത്തു പോയി കാഴ്ചകൾ കാണട്ടെ. ഇവിടെ വന്നിട്ട് കുറെ ദിവസമൊക്കെ ആയില്ലേ. ഞാൻ പോവാട്ടോ. ഇപ്പൊ ഇവിടെ എന്ത് എന്ത് രസം, എന്ത് പീസ്ഫുള്ളാ. സമാധാനം. YouTube music. എന്താടി സുഖമല്ലേ? നീ എന്താടി ഇവിടെ? എടി, നീ കുറച്ച് കഴിയുമ്പോ പെട്ടെന്ന് പൊക്കോട്ടോ. ഇവിടെ നീ കുറെ നേരം ഒന്നും അങ്ങനെ നിക്കണ്ടോ. നീ ഇവിടെ അങ്ങനെ കുറെ നേരം ഒന്നും നിക്കണ്ട. എടി, നീ പെട്ടെന്ന് എന്തായാലും പോയേക്കെന്തായാലും. ഞാനിവിടെ ചുമ്മാ കാഴ്ചകൾ കാണാൻ വന്നതാ. ഞാനും ചുമ്മാ ഒന്ന് കാഴ്ചകൾ കാണാൻ വന്നത്. നീ പെട്ടെന്ന് പൊക്കോട്ടോ. അതെന്തിനാ? എടി, ഞാൻ പറഞ്ഞില്ല ഇവിടെ ആൾക്കാരൊക്കെ കുറവാ. ഒരാഴ്ചയോ വേണ്ട, നാളെ തന്നെ വേണമെങ്കിൽ പൊക്കോട്ടോ. എടി, എന്നെ മറ്റേ നൂറു വിളിക്കുന്നുണ്ട് ലെറ്റർ കൊടുക്കാൻ വേണ്ടി. ഞാൻ പോവാട്ടോ. അവന്താ അങ്ങനെ അങ്ങ് പോയേ? എന്തെങ്കിലും ആവട്ടെ. ഞാൻ എന്താ വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന്. സർ അല്ല, എന്താണ് മാഡം? അവിടുന്ന് ലെറ്റർ എടുത്തിട്ട് മറ്റേ ഷിബയ്ക്ക് കൊടുക്കുക.